വന്ന് വീഡിയോ എടുത്തതിന് ശേഷം നല്ല വിശേഷങ്ങൾ. പുറത്തിറങ്ങാൻ പറ്റണില്ല. നല്ല സെലിബ്രിറ്റികളെ പോലെയാണ് പോകുന്നിടത്തെല്ലാം പറയുന്നു. നിങ്ങളല്ലയോ സൗണ്ട് ശബ്ദം കുറഞ്ഞുകൊണ്ടാണോ പ്രശ്നം? യൂട്യൂബിൽ കണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് വന്ന് എടുത്തോണ്ട് പോയെന്ന് ചോദിച്ചാൽ മീനുകൾക്ക് ആള് മാത്രം വേണില്ല. അയ്യോ, അത് ചേച്ചി ചുമ്മാ സ്നേഹത്തിന്റെ പുറത്ത് പറയണതാണ്. അപ്പോൾ തെരച്ചിയൊക്കെ എങ്ങനെയാ? റേറ്റ് ഒക്കെ എങ്ങനെയാ തെരച്ചിയൊക്കെ? ഒരു പീസ് 100 രൂപ. തെരച്ചി ഇവിടെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാരയൊക്കെ? പാര പീസ് 150. ചൂരയൊക്കെ 400 രൂപയ്ക്ക് കൊടുക്കുന്ന വലിയ സൈസ് ചൂര. 2 150. പിന്നെ 50 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കൊഴിയാള 50. ഓക്കെ. പക്ഷേ തെരച്ച് വന്നിട്ട് നല്ല വലിയ പീസ് എടുത്തായിരുന്നാ? അത് തന്നെ, അത് കട്ട് ചെയ്ത് വെച്ചിരിക്കാണ്. ഫുൾ സൈസ് വാങ്ങിച്ചായിരുന്നാ? ഓക്കെ. എവിടെ നിന്ന് വാങ്ങിച്ചത് ഇന്ന്? തെരച്ച് എവിടത്താ ഉള്ളതെന്ന്? അടിമലത്തുറ. ഓക്കെ. അപ്പോൾ അടിമലത്തുറയിൽ ഫുള്ളും ഇന്ന് ചേച്ചി ഈ ഒരു തെരച്ചിയുടെ വീഡിയോയിൽ വൈറലാവും. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരുത്തു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാട്ട് ഫ്രീ ആണ്. നമുക്ക് ആ ചേച്ചിയുടെ അടുത്തും കൂടെ ആ ഒരു സെയിൽ കഴിഞ്ഞതിന് ശേഷം ആ ചേച്ചിയുടെ അടുത്തും കൂടെ ഒരു പാട്ട് പാടിപ്പിക്കണം. അപ്പൊ കൊഞ്ചാണല്ലോ ഇവിടെ കൂടുതൽ. ഓക്കെ. എങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഗൂഗിൾ പേ ആണെങ്കിൽ 400. അതെന്ത് കണക്കാണ്? അതുകൊണ്ട് 100 രൂപ കൂടുതല. ചേച്ചി അത് ചുമ്മാ ഒന്ന് ആധികാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അതിനുശേഷം ഓക്കെ. 1 കിലോ എത്ര രൂപ? 1 കിലോ വന്നിട്ട് 300 രൂപയാണ്. ഇനി അടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റേറ്റ് ഒക്കെ ഒന്ന് ഓടിച്ച് പറയോ? ഓക്കെ. അപ്പുറ സൈഡ് ചൂരയുടെ സംഭവം. ചൂര 600ന്റെ പീസ്. 600 500 ആ ഒരു റേറ്റ് ഒക്കെയാണ് ചൂരയുടെ റേറ്റ് വരുന്നത്. അപ്പൊ നമ്മളിതിന് തൊട്ടടുത്തുള്ള വേറൊരു തട്ടിലെത്തി. അപ്പൊ ആ ചേച്ചിയുടെ ചോദിച്ചു, ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? മീനുകളൊക്കെ ഉണ്ട്, കൊടിയാളുണ്ട്, ചാള മത്തിയുണ്ട്, ചൂരയുണ്ട്, വേളാപ്പാര മുറിച്ചിട്ടേക്കണ്. കൊഞ്ചുപൊടി 50 രൂപ. കൊഞ്ചുപൊടി 50 രൂപ. വേളാപ്പാരൊക്കെ എങ്ങനെ വരും റേറ്റ് ഒക്കെ? വേളാപ്പാര ഒരെണ്ണം 1300 ഇത് ഒരെണ്ണം 400 രൂപ. 400 രൂപയ്ക്കുണ്ട്. ഇത് 1300? ഇല്ല, ഇതൊരെണ്ണം 800 രൂപ. 800 രൂപയ്ക്കുണ്ട്. 1300ന്റെ പീസ് കഴിഞ്ഞാ? അത് കഴിഞ്ഞു. ഓക്കെ. 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 അപ്പൊ ബാക്കി മീനൊക്കെ എങ്ങനെയാ റേറ്റ്? മത്തി 100 രൂപ, കൊടിയാള 100, 3 ചൂര 200, 3 ചൂര 200. അങ്ങനെയൊക്കെയാണ് റേറ്റ്. നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ അമ്മച്ചിമാർ ഇപ്പുറത്തെ സൈഡിൽ ഇതാ മീൻ വിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും ഇഷ്ടംപോലെ അമ്മച്ചിമാർ മീൻ വിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള വേറൊരു തട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മീൻ മാത്രമേ. എന്താണ് കുറച്ച് മീൻ വെച്ചിരിക്കുന്നത്? കൂടുതൽ വാങ്ങിച്ചില്ല. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? നവരമുണ്ട്, കൊഴിയാളുണ്ട്, കൊഞ്ചുണ്ട്. 3 ഐറ്റമേ ഉള്ളൂ. 4 ഐറ്റമേ ഉള്ളൂ. ഓക്കെ. എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? ഏത് പങ്കെടുത്തു കഴിഞ്ഞാലും 200. ചെറിയ ബിസിനസ്സാണ് ഈ ഒരു സൈഡിൽ ചേച്ചി നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് മീനൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നേരെ വന്നിട്ട് ബാൽഡാരത്തോട്ട് പോകുന്ന വഴിയാണ്. ബാൽഡാരത്ത് പോകുന്ന വഴിയിൽ ചാവടി നട എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. അതായത് തെങ്ങിൻ തോപ്പ് ഒരു തെങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. ബാൽഡാപുരം പോകുന്ന വഴിക്കായിട്ടാണ് ഈ ഒരു ചാവടി നട എന്ന് പറയുന്ന ഒരു സ്പോട്ടുള്ളത്. ഇഷ്ടംപോലെ കുപ്രചാരങ്ങളും എല്ലാ സംഭവങ്ങളും നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇഷ്ടംപോലെ ചേച്ചിമാർ ഇപ്പോഴും മീൻ വിൽക്കുന്നത്. ഇപ്പോൾ നല്ല കിടിലം വെറൈറ്റി ഫിഷസാണ് നമുക്കിവിടെ കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ട് ഉള്ളത്.